ഒരിക്കലും നടക്കില്ല. മറ്റൊരാളുടെ കുഞ്ഞിനെ വയറ്റിക്കൊണ്ട് നടക്കുന്ന എവിടെ എന്റെ മകനെ കെട്ടേണ്ട കാര്യമൊന്നുമില്ല. മറ്റൊരാളുടെ കുഞ്ഞെന്നുള്ള വാക്കൊന്നും വേണ്ട. ഇത് എന്റെയും ഭാവനയുടെയാ. ഇവിടെ മാനസയുടെ പാതിവൃത്യത്തെ ചോദ്യം ചെയ്യണ്ട. പിന്നെ ഞങ്ങൾ എന്ത് വേണം? ഇവളെ ഇരു കൈ നീട്ടി സ്വീകരിക്കണോ? പറ്റില്ല. അമ്മ അച്ഛനെ സ്വീകരിക്കണ്ട, ഞാൻ സ്വീകരിച്ചോളാം. സുനിലേ, നീ ഇത്രക്കേ ഉള്ളൂ. ഞാൻ ഇതുവരെ കരുതിയിരുന്നത് ഇത് നിന്റെ കുഞ്ഞാണെന്നാണ്. ഞാനും അങ്ങനെ തന്നെയാ കരുതിയത്. ഇതിപ്പോ നാട്ടുകാരുടെ മുന്നിലെ തല കുനിക്കേണ്ട അവസ്ഥയായില്ലേ? എന്നാലും നിനക്ക് ഞങ്ങളുടെ മോനോട് ഇങ്ങനെ ഒരു ചതി ചെയ്യാൻ തോന്നിയല്ലോ മനസ്സ്. നോക്കിക്കോ, ഈ അമ്മയുടെ കണ്ണുനീരിന് നീ സമാധാനം പറയേണ്ടി വരും. ആന്റി, ഞാൻ ആരെയും ചതിച്ചിട്ടും വഞ്ചിച്ചിട്ടും ഇല്ല. എന്നെ ഉപേക്ഷിച്ചു പോയത് നിങ്ങളുടെ മകന്. ഇനി ഒരിക്കലും എനിക്കൊരു ജീവിതം ഉണ്ടാവില്ലെന്ന് നല്ല ബോധ്യം വന്നതുകൊണ്ടാ ഈ കുടുംബത്തിന് വേണ്ടി ഞാൻ ഇങ്ങനൊരു ത്യാഗം ചെയ്തത്. അതുകൊണ്ട് വിശ്വസിക്കാമെങ്കിൽ മാത്രം വിശ്വസിച്ചാൽ മതി. ഞങ്ങളെ നോക്കണ്ട, ഞങ്ങൾക്ക് ഇതിനകത്ത് ഒരു റോളുമില്ല. എല്ലാം സുനിലിന്റെ മാനസയുടെയും തീരുമാനമാ. അച്ഛനമ്മമാരായ നമ്മളല്ലേ അവരെ മനസ്സിലാക്കേണ്ടത്. കൊള്ളാം, എല്ലാവരും അവരവരുടെ വേഷങ്ങള് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അച്ഛാ, എന്തിനാച്ചാ വെറുതെ ഒരു സംസാരം? ഞാൻ മാനസല്ലാതെ മറ്റൊരു പെണ്ണിനെ കെട്ടില്ലെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്ക് നന്നായിട്ട് അറിയാം. എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക്. മോനെ, നീ നല്ലതുപോലെ ആലോചിച്ചിട്ട് വേണം ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ. ഇല്ലെങ്കിൽ എന്റെയോ നിന്റെ അമ്മയുടെ സ്വത്തിൽ നിന്ന് 1% പോലും നിനക്ക് നൽകില്ല. വേണ്ടച്ചാ, ഞാനിപ്പോ ആ പഴയ ആഡംബര പ്രിയനൊന്നും അല്ല. ഏത് സാഹചര്യത്തിലും എനിക്ക് ജീവിക്കാൻ അറിയാം. പക്ഷേ അവിടെ ഇവൾ എന്നോടൊപ്പം ഉണ്ടാവണം, അത്രമാത്രം. മോഹിനി, വാ. ഇനി ഇവനോട് സംസാരിച്ചിട്ട് കാര്യമില്ല. മഹേന്ദ്ര, ഇവിടെ തീരുമാനമെടുത്തത് ഞങ്ങളാരുമല്ല, നിങ്ങളുടെ മകനും മനസ്സയാ. അതാദ്യം മനസ്സിലാക്കുക. മാനസമോൾ ഈ കുടുംബത്തിന് നിലനിൽപ്പിന് വേണ്ടിയാ ഇങ്ങനൊരു ത്യാഗത്തിന് തയ്യാറായത്. അല്ലാതെ ഞങ്ങളാരും നിർബന്ധിച്ച് ചെയ്യിച്ചതല്ല. മോഹിനി, എന്തിനാ ഇനി ഇവിടെ നിൽക്കുന്നേ? നമ്മളോട് ചതി ചെയ്യാനേ ഇവന് തോന്നിയല്ലോ. നീ വാ. നൊന്തു പ്രസവിച്ച സ്വന്തം മകൻ മറ്റൊരു പെണ്ണ് കാരണം അകന്നു നിൽക്കേണ്ടി വരുന്ന ഒരു അമ്മയുടെ വേദന നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് നീ അനുഭവിച്ചാലേ അറിയൂ. നിനക്ക് ആ ദുഃഖം വരാതിരിക്കട്ടെ. ഇനി എനിക്കൊരു കാര്യം പറയാനുണ്ട്.
ഞങ്ങള് വിവാഹിതരാവാൻ തീരുമാനിച്ചൊക്കെ ശരി തന്നെയാ. പക്ഷെ ഞാൻ ഏറ്റെടുത്ത കാര്യം കഴിഞ്ഞിട്ടേ ഈ വിവാഹം നടക്കൂ. ഈ കുഞ്ഞിനെ ഭാവനയെ സൂര്യ ഏൽപ്പിച്ചാലേ എന്റെ തീരുമാനം പൂർണ്ണമാവുള്ളൂ. താനിതൊന്നും കാര്യമാക്കണ്ട. അല്ലെങ്കിലും എന്റെ അച്ഛനും അമ്മയ്ക്കും നമ്മുടെ ബന്ധത്തിൽ പണ്ടേ താല്പര്യമില്ലല്ലോ. എല്ലാം എന്റെ തെറ്റാ. തന്നോടൊന്നും പറയാതെ ഞാൻ മാറി നിന്നതാ ഒക്കത്തിന് കാരണം. ഇപ്പോഴെങ്കിലും സുനിലേട്ടൻ എന്നെ മനസ്സിലാക്കാൻ പറ്റിയല്ലോ. എനിക്കത് മതി. താൻ എന്തിനാ ഡെലിവറി കഴിഞ്ഞ് നമ്മുടെ വിവാഹം നടന്നാ മതി എന്ന് പറഞ്ഞത്? അങ്ങനെ മതി സുനിലേട്ടാ. എന്നാലേ സുനിലേട്ടന്റെ മുമ്പിൽ എനിക്കൊരു ഭാര്യയായി ജീവിക്കാൻ പറ്റൂ. എന്തായാലും ഇനി ഒരിക്കലും സുനിലേട്ടന്റെ അച്ഛനും അമ്മയും എന്നെ അംഗീകരിക്കില്ല. ഏയ്, താൻ അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. തന്നോടൊപ്പം ഏത് സാഹചര്യത്തിലും ഞാൻ ഉണ്ടാവുന്ന തനിക്ക് ഞാൻ വാക്ക് തന്നതാ. അത് ഞാൻ പാലിച്ചിരിക്കും. ഭൂമിയിൽ നമുക്ക് കിട്ടുന്ന ആകെയുള്ള ജീവിതം ഇഷ്ടപ്പെട്ട പെണ്ണിനൊപ്പം ജീവിക്കണമെന്നാ എന്റെ ആഗ്രഹം. പിന്നെ കുട്ടികള്, അതൊക്കെ ദൈവം തീരുമാനിക്കുന്ന പോലെ നടക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ മാനസ പ്രസവിക്കുന്ന കുഞ്ഞ് എന്റെയും കുഞ്ഞാ. എന്താ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? വെറുതെ അവസാനം കുട്ടിശങ്കരൻ എന്നെ കാൽക്കീഴിൽ വീഴ്ത്തിക്കോ? ഞാൻ ഇത്രയും നാളും സുനിലേട്ടൻ അകറ്റി നിർത്തിയത് മറ്റൊന്നും കൊണ്ടല്ല. ഞാനിന്ന് ആ പഴയ മനസ്സല്ലാത്തത് കൊണ്ടാ. ഏതൊരു പുരുഷന്റെയും മനസ്സിൽ അവരുടേതായ ചില സ്വപ്നങ്ങൾ ഉണ്ടാവും. സുനിലേട്ടന്റെ മനസ്സിലും അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. അതും എനിക്കറിയാവുന്ന സ്വപ്നങ്ങള്. പെട്ടെന്ന് സുനിലേട്ടന്റെ സ്വപ്നങ്ങൾക്ക് വിപരീതമായി എനിക്ക് നിൽക്കേണ്ടി വന്നതുകൊണ്ടാ ഞാൻ സുനിലേട്ടനിൽ നിന്ന് അകലാൻ ശ്രമിച്ചത്. പക്ഷെ അവിടെയും സുനിലേട്ടൻ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. മാനസ, നമ്മുടെ മനസ്സുകൾ തമ്മിൽ ആദ്യം അടുത്തത്, അല്ലാതെ ശരീരങ്ങൾ തമ്മിലല്ല. അതുകൊണ്ട് അന്നും ഇന്നും തന്റെ ആ സ്നേഹമുള്ള മനസ്സിനെയാ ഞാൻ എന്നും ആഗ്രഹിച്ചിട്ടുള്ളത്. ഇപ്പൊ ഞാൻ ഹാപ്പിയാ. ഇനി നിന്ന നിപ്പിലങ്ങ് മരിച്ചു പോയാലും എനിക്ക് സന്തോഷമുള്ളൂ. എന്തിനാ സുനിലേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത്?